ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗൂഗിൾ മീറ്റിലും യൂട്യൂബിലുമൊക്കെയായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ടായിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മെ അത്ഭുതകരമായിട്ട് സൂക്ഷിക്കുകയും പരിപാലിക്കുകയുമൊക്കെ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഫേസ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. ആ സഭയെക്കുറിച്ച് 15-16 വാക്യങ്ങളിൽ അപ്പോസ്തലൻ സ്തോത്രം ചെയ്യുന്ന 2 കാര്യങ്ങൾ, യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹത്തെയും ഓർത്ത് അപ്പോസ്തലൻ സ്തോത്രം ചെയ്യുന്ന ആ ഭാഗവും നമ്മൾ ചിന്തിക്കാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ 17, 18, 19 വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നു. 16-ാം വാക്യം തൊട്ട് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആ സഭയിലെ ദൈവമക്കൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രാർത്ഥന എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവർ, ഒരു കാര്യം ഇവിടെ ഞാൻ ഓർപ്പിക്കാം. ഈ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് താൻ പ്രാർത്ഥിക്കുന്നത്. പ്രധാനമായിട്ടൊന്നല്ല, ആ പ്രാർത്ഥന നാം പഠിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ ആ വിശ്വാസികൾക്ക് ലഭിക്കേണ്ടതിനായിട്ടാണ് അപ്പോസ്തലൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ അവർക്ക് ലഭിക്കേണ്ടതിനായിട്ട്, ദൈവം അവർക്ക് കൊടുക്കേണ്ടതിനായിട്ട്. രണ്ടാമത് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന്. ഈ 2 കാര്യങ്ങളാണ് താൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഒന്നാമത് ദൈവം അവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കൊടുക്കേണ്ടതിന്. 2, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന്. ഈ 2 കാര്യങ്ങളാണ് താൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. അതോടുള്ള ബന്ധത്തിൽ അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, അപ്പോസ്തലൻ ആ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് അവിടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കാനായിട്ട് അധികം സമയമെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അവരോട് പറയാനായിട്ടും താൻ അധിക സമയമെടുക്കുന്നില്ല. എന്നാൽ തൻ്റെ പ്രാർത്ഥനയിൽ താൻ ദൈവസന്നിധിയിൽ
പ്രാർത്ഥിക്കുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ തീവ്രമായ ആഗ്രഹമെന്ന് പറയുന്നത് അവരുടെ ആത്മീക വിഷയങ്ങളാണ്. ആത്മീകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദൈവം അവർക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കൊടുക്കണം. രണ്ട്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതിലൊന്നാമത്തെ കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളവൻ്റെ 17-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. അപ്പം എവിടെ നിന്നാണ് ഈ ആത്മാവിനെ ഇവർക്ക് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് ഇവർക്ക് ഈ ആത്മാവിനെ ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ഈ ആത്മാവിനെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവനാണ് ഇതവർക്ക് കൊടുക്കേണ്ടത്. അവനിൽ നിന്നാണ് ഇവരിത് പ്രാപിക്കേണ്ടത്. അപ്പം ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുക, ദൈവത്തിൽ നിന്ന് ചിലത് ലഭിക്കുക എന്നുള്ളതാണ്, ദൈവത്തിൽ നിന്ന് ചില ആത്മീക വിഷയങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലൻ്റെ ഇവിടുത്തെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. അപ്പം ആരിൽ നിന്നാണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണിത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി ഞാൻ ഒരിക്കൽ കൂടെ പറയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവനാണ് ഇത് കൊടുക്കേണ്ടത്. എന്താണ് ദൈവം അവർക്ക് കൊടുക്കേണ്ടത്? പണമാണോ? അല്ല. വലിയ വീടാണോ? അല്ല. വലിയ സ്ഥല സൗകര്യങ്ങളാണോ? അല്ല. ജോലിയാണോ? അല്ല. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും അനുഗ്രഹങ്ങളാണോ? അല്ല. അതൊന്നുമല്ല. ദൈവം അവർക്ക് കൊടുക്കാനായിട്ട് താൻ പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദൈവം അവർക്കൊരാത്മാവിനെ കൊടുക്കണം. ഏതാത്മാവിന്? ആ ആത്മാവ് ഒന്നാമത് അത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, രണ്ടാമത് അത് വെളിപ്പാടിൻ്റെ ആത്മാവാണ്. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ആ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്ന അപ്പോസ്തലൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. കാരണം പരിശുദ്ധാത്മാവിനെ അവർക്ക് ദൈവം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്, ആ ഒരു സ്പിരിറ്റ്, ആ ഒരു എബിലിറ്റി, അല്ലെങ്കിൽ ദൈവം തന്നെ അവർക്ക് ആ ജ്ഞാനവും വെളിപ്പാടും കൊടുക്കണം എന്നാണ് അപ്പോസ്തലനിവിടെ പ്രാർത്ഥിക്കുന്നത്. അതാണ് താൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒന്നാമത് കൊടുക്കേണ്ടത് ജ്ഞാനം. എന്താ? ജ്ഞാനം, അറിവ്. രണ്ട്, വെളിപ്പാട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ജ്ഞാനം എന്ന് പറയുന്നത് നാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അറിവും, വെളിപ്പാട് എന്ന് പറയുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അറിവുമാണ്. അപ്പം ദൈവം വെളിപ്പെടുത്തി തരുന്നത് അത് കാണാനും മനസ്സിലാക്കാനും ആ അറിവ് പ്രാപിക്കാനുമുള്ള ഒരാത്മാവ്, അങ്ങനെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ മനസ്സിലാക്കാനും ആ വെളിപ്പാടിലുള്ള ജ്ഞാനം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു ആത്മാവ് അതവർക്ക് ദൈവം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: മലയാളത്തിൽ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഫോർ ദ നോളജ് ഓഫ് ഹിം, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടി, അവനെ അറിയേണ്ടതിന് വേണ്ടി. ആരെ? ദൈവത്തെ അറിയേണ്ടതിന് വേണ്ടി. അപ്പം ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് ഇവർക്ക് എന്തിനാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി ഇതാണ്: അവർ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് ഈ ആത്മാവ് അവർക്ക് ലഭിക്കേണ്ടത്.
അപ്പം ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, ഇവർ സഭയിൽ കൂടി വരുന്നവരാണ്, ഇവർ ആത്മീകാനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചവരാണ്. പക്ഷേ അപ്പോസ്തലൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഇതൊന്നും കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ദൈവത്തെക്കുറിച്ച് കൂടുതലായ ഒരറിവ് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് ദൈവം അവർക്ക് കൊടുക്കേണ്ടതിനായിട്ട് അപ്പോസ്തലനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് ഇവർക്ക് ലഭിക്കുന്നത് അവർ ദൈവത്തെ കൂടുതൽ അറിയേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തെ കൂടുതൽ അറിയേണ്ടതിന്. നോക്കൂ, വാസ്തവത്തിൽ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ തന്നെ അറിയണം എന്നുള്ളതാണ്. തൻ്റെ ജനം തന്നെ അറിയണം എന്നുള്ളതാണ്. പഴയ നിയമം തൊട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവം പലപ്പോഴും തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്ന പരാതി എന്ന് പറയുന്നത്, എൻ്റെ ജനം എന്നെ അറിയുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. അപ്പം എന്താ ഇവിടുത്തെ പ്രശ്നം? ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് പറയുക. ആരോട് പറയുക? ആകാശത്തെയും ഭൂമിയെയും വിളിച്ചിട്ട് പറയുക, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. എന്തുകൊണ്ടായിരിക്കാം താൻ ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ, തൻ്റെ ജനം തൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് താൻ സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? ഞാൻ മക്കളെ പോറ്റി വളർത്തി, പക്ഷേ അവർ എന്ത് ചെയ്തിരിക്കുന്നു? എന്നോട് മത്സരിച്ചിരിക്കുന്നു. എന്താ പ്രശ്നം? 3-ാം വാക്യം, കാളയ്ക്ക് അവൻ്റെ ഉടയവനെ അറിയാം. കാളയ്ക്ക് അവൻ്റെ യജമാനനെ അറിയാം. യജമാനനെ പറ്റി അറിയാമെന്നല്ല, യജമാനനെ അറിയാം. കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. അപ്പം യജമാനൻ്റെ പുൽത്തൊട്ടി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും യജമാനെ അറിയണം. യജമാനെ അറിഞ്ഞെങ്കിലല്ലേ ആ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുകയുള്ളൂ. യജമാനനെ അറിയില്ലെങ്കിൽ കാണുന്ന പുൽത്തൊട്ടിയിലേക്കൊക്കെ ഈ കഴുത പോകും. പക്ഷേ കഴുത എന്തുകൊണ്ടാണ് എല്ലാ പുൽത്തൊട്ടിയിലേക്കും പോകാത്തത്? എന്തുകൊണ്ടാണ് തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയിലേക്ക് മാത്രം വരുന്നത് എന്ന് ചോദിച്ചാൽ, അവന് തൻ്റെ യജമാനെ അറിയാം. അപ്പം ദൈവം പറയുക, നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ വളർത്തുമൃഗങ്ങളായിട്ടുള്ള കാളയ്ക്കും കഴുതയ്ക്കും അവൻ്റെ യജമാനെ അറിയാം. എന്നിട്ട് പറയുക, ഇസ്രായേലോ അറിയുന്നില്ല. അപ്പം ഇസ്രായേലിൻ്റെ പ്രശ്നം എന്താണ്? അവർ ദൈവത്തെ, അവരുടെ ഉടയവനായ ദൈവത്തെ അറിയുന്നില്ല. ആ ദൈവം മക്കളെപ്പോലെ അവരെ പോറ്റി വളർത്തിയതാണ്. പക്ഷേ ഇവർ അവനെ അറിയുന്നില്ല. ഇവർ അവനെ അറിയുന്നില്ല. നോക്കിക്കേ, ദൈവം എന്താ പറയുന്നത്? നിങ്ങൾ വളർത്തുന്ന കാളയ്ക്കും കഴുതയ്ക്കും ഉള്ള വിവരം പോലും നിങ്ങൾക്കില്ലെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാമോ? നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാമോ? ദൈവം പഴയ നിയമം തൊട്ടേ താൻ പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ജനം അറിയുന്നില്ല. ആരെ അറിയുന്നില്ല? തങ്ങളുടെ യജമാനനെ അവർ അറിയുന്നില്ലെന്ന്. നോക്കൂ, അപ്പോൾ തന്നെ ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാമോ? ദാനിയേൽ പ്രവചനം അതിൻ്റെ 11-ാം32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്.
നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പം എന്താ ഇവിടെ പറയുന്നത്? തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ ദൈവത്തെ അറിയുന്നവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ഉറച്ചു നിൽക്കും, അവർ ഇളകിപ്പോകത്തില്ല, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഈ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം മൊത്തം ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. കാരണം ഇതിനകത്ത് പലരെക്കുറിച്ചും പറയുന്നുണ്ട്. അവരൊന്നും ഉറച്ചു നിന്നതായിട്ട് പറയുന്നില്ല. കുറച്ച് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആ 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അപ്പം ഒരു രാജാവിനെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒരു രാജാവിനെക്കുറിച്ച് പറയുകയാണ്. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അവന് ഉറച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ഇനി അതിൻ്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, കുറേ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും, എങ്കിലും അത് നിലനിൽക്കില്ല. അപ്പം 2 രാജാക്കന്മാർ അവർ ഉടമ്പടി, ഒരു കരാറ്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുമെങ്കിലും ആ എഗ്രിമെൻ്റ് നിലനിൽക്കത്തില്ല. 4-ാം വാക്യത്തിൽ അവൻ്റെ രാജ്യം നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞു. 6-ാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ ഉടമ്പടി നിലനിൽക്കത്തില്ല. എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം പറയുക, അവനും അവൻ്റെ സാഹിത്യവും നിലനിൽക്കുകയില്ല. അപ്പം നോക്കിക്കേ, 4-ാം വാക്യത്തിൽ ഒരു രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു അവൻ്റെ രാജ്യം നിലനിൽക്കുകയില്ല. 6-ാം വാക്യത്തിൽ ഒരു രാജാവിൻ്റെ മകള് വേറൊരു രാജാവുമായിട്ട് ഒരു ഉടമ്പടി, ഒരു കരാറുണ്ടാക്കുന്നു. എന്നാൽ ആ കരാറിനെ കുറിച്ച് പറയുക, ആ കരാറ് നിലനിൽക്കത്തില്ല. എന്നിട്ട് അവിടെ തന്നെ പറയുന്നു അവനും അവൻ്റെ സാഹിത്യവും നിലനിൽക്കുകയില്ല, അവനും അവൻ്റെ എഴുത്തുകളും നിലനിൽക്കുകയില്ല. നോക്കിക്കേ, ഇനി അതേ അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ആ ജനസമൂഹം മുടിഞ്ഞു പോകും, അവൻ്റെ ഹൃദയം ഗർവിച്ച് അവൻ 10,000 പേരെ വീഴുമാറാക്കും, എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. അപ്പം 10,000 പേരെ വീഴുമാറാക്കുന്ന, കൊന്നുകളയുന്ന ആ പരാക്രമശാലിയായ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാനായിട്ട് അവന് കഴിയുകയില്ല. ഇനി അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ എഴുന്നേൽക്കും, നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിക്കുവാൻ തക്കവണ്ണം മത്സരിക്കും, എങ്കിലും അവർ ഇടറി വീഴും, അവരും നിൽക്കില്ല, അവർ ഇടറി വീഴും. അവർ മത്സരിക്കാനായിട്ട് എഴുന്നേൽക്കുമെങ്കിലും അവർ നിൽക്കത്തില്ല, അവർ ഇടറി വീഴും. ഇനി 15-ാം വാക്യം, എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും, തെക്കേ പടക്കൂട്ടങ്ങളും അവൻ്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കില്ല. അപ്പം തെക്കേ പടക്കൂട്ടങ്ങൾ, സൈന്യങ്ങളും പട്ടാളങ്ങളും അവൻ്റെ ശ്രേഷ്ഠ ജനവും, എന്ന് വെച്ചാൽ ശ്രേഷ്ഠ ജനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്, അവരും ഉറച്ചു നിൽക്കുകയില്ല, ഉറച്ചു നിൽക്കുവാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയുമില്ല. ഓക്കെ, ഇനി
അതിൻ്റെ 17-ാം വാക്യം, അവൻ തൻ്റെ സർവ്വരാജ്യത്തിൻ്റെയും ശക്തിയോടുകൂടെ വരുവാൻ താല്പര്യം വയ്ക്കും. എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്ത് അവന് നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിലനിൽക്കുകയില്ല, അവനിരിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഒരു രാജാവ് തൻ്റെ മകളെ മറ്റൊരു രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നെങ്കിലും പറയുക, അവൾ നിലനിൽക്കുകയില്ല, അവനിരിക്കുകയില്ല എന്ന്. ഇനി 19-ാം വാക്യം, പിന്നെ അവൻ സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും. എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും. അപ്പം അവൻ നിലനിൽക്കത്തില്ല, ഇടറി വീണ് ഇല്ലാതെയാകും. 20-ാം വാക്യം, അവന് പകരം എഴുന്നേൽക്കുന്നവൻ തൻ്റെ രാജ്യത്തിൻ്റെ മനോഹര ഭാഗത്തുകൂടെ ഒരപഹാരി അയക്കും. എങ്കിലും കുറേ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. അപ്പം അവനും നിലനിൽക്കുന്നില്ല, നശിച്ചു പോകുന്നു. ഇനി അതിൻ്റെ 25-ാം വാക്യം, അവനൊരു മഹാസൈന്യത്തോടുകൂടെ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ തൻ്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവ് ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കുകയില്ല. നോക്കൂ, ഒരു രാജാവിനെ കുറിച്ച് പറയുക, മഹാസൈന്യത്തോടുകൂടെയും ശക്തിയേറിയ, ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടെയും വരുന്ന ആ രാജാവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഉറച്ചു നിൽക്കുകയില്ലെന്ന്. അവൻ ഉറച്ചു നിൽക്കുകയില്ല. ഇനിയും മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്താണ്? പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. അപ്പോൾ അവൻ മണിപ്പന്തലിട്ട് ആഘോഷം നടത്തുമെങ്കിലും അവിടെ വച്ചവൻ അവസാനിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. അപ്പം ഈ 11-ാം അധ്യായം മൊത്തം നമ്മൾ പഠിക്കുമ്പോൾ 11 പ്രാവശ്യമാണ് ആവർത്തിച്ച് നിലനിൽക്കത്തില്ല, സംഹരിക്കപ്പെടും, ഇടറി വീഴും, നശിച്ചു പോകും എന്നൊക്കെ പലരെക്കുറിച്ചും പറയുന്നത് അവരൊക്കെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള, ലോകപ്രകാരം ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പറയുകയാണ്. അവരൊന്നും നിലനിൽക്കില്ല, ഉറച്ചു നിൽക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ 11 പ്രാവശ്യം ഉറച്ചു നിൽക്കത്തില്ല, പ്രബലപ്പെടില്ല, അവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് 32-ാം വാക്യത്തിൽ പറയുകയാ, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാമെന്നുള്ളതാണ്. എത്രയോ പേർ വിശ്വാസത്തിലേക്ക് വന്നിട്ട് അവർ ഈ വിശ്വാസം നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഈ വിശ്വാസം വിട്ട് പിന്തിരിഞ്ഞ് ലോകത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ, ഞാനും നിങ്ങളും ഇന്നും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ മിടുക്കോ അല്ല, പിന്നെയോ നാം നമ്മുടെ ദൈവത്തെ അറിയുന്നത് കൊണ്ട് മാത്രമാണ്. എന്താ ദൈവത്തെ അറിയാൻ കാരണം? അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ അവൻ നമുക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തന്നതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ശക്തന്മാർ, പ്രബലന്മാർ, മിടുക്കന്മാർ, യോഗ്യന്മാർ, ശ്രേഷ്ഠന്മാർ അവരൊക്കെ നിൽക്കാതിരിക്കുമ്പോൾ, ഇടറി വീണ് നശിച്ചു പോകുമ്പോൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ ജനമാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. നമുക്കെങ്ങനെ നമ്മുടെ ദൈവത്തെ അറിയാനായിട്ട് കഴിയും? എങ്ങനെ കഴിയും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന
ഏകജാതനായ പുത്രൻ അവന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. നമുക്ക് മുൻപുണ്ടായിരുന്നവരാരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. നോ, ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്. ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെങ്ങനെ ദൈവത്തെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഞാൻ കണ്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എനിക്കെങ്ങനെ അറിയാനായിട്ട് പറ്റും? അത് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ താൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിൻ്റെ അടുക്കൽ എത്താനായിട്ട്, പിതാവിനെ അറിയാനായിട്ട്, ദൈവത്തെ അറിയാനായിട്ട് എത്ര വഴിയുണ്ട്? ഒറ്റ വഴി. ഏതാണ്? യേശു മാത്രം. യേശുവിലേക്ക് വരിക, യേശുവിലേക്ക് വരിക. ഇനി അതിൻ്റെ 9-ാം വാക്യത്തിൽ, 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു പറയുന്നു, യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ ദൈവപുത്രനായ യേശു അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എങ്ങനെ? യേശുവിനെ കണ്ടവൻ പിതാവിനെ, ദൈവത്തെ കണ്ടിരിക്കുന്നു. യേശുവിനെ അറിയുന്നവൻ ദൈവത്തെ അറിയുന്നു. ഹല്ലേലൂയ. ദൈവം ഈ ലോകത്തിന് തന്നെ വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനായ യേശുവിലൂടെയാണ്. ആ യേശുവിനെയാണ് നാം അറിയേണ്ടത്. ആ യേശുവിനെ അറിയുമ്പോൾ നാം ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്നു. യേശുവിനെ എനിക്കെങ്ങനെ അടുത്തറിയാനായിട്ട് പറ്റും? യേശുവിനെ എനിക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒറ്റ വഴിയുള്ളൂ, ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അതിലേക്ക് വരിക. കാരണം യേശു ജഡം ധരിച്ച ദൈവത്തിൻ്റെ വചനമാണ്. അവനെ അറിയണമെന്നുണ്ടെങ്കിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരിക. അവിടേക്ക് വരുമ്പോൾ യു വിൽ ബി നോയിങ് ജീസസ് മോർ ആൻഡ് മോർ. യേശുവിനെ നിങ്ങൾ കൂടുതലായിട്ട് അറിയും. അങ്ങനെ യേശുവിനെ നിങ്ങൾ കൂടുതലായിട്ട് അറിയുമ്പോൾ യേശുവിലൂടെ നിങ്ങൾ ദൈവത്തെയും കൂടുതലായിട്ട് അറിയുകയാണ്. ദറ്റ് ഈസ് ദ സ്പിരിറ്റ്. യേശുവിനെ അറിയാനുള്ള ആ സ്പിരിറ്റ്, ദൈവത്തെ അറിയാനുള്ള ആ സ്പിരിറ്റ്. എന്താ സ്പിരിറ്റ്? യേശുവിനെ അറിയാനുള്ള സ്പിരിറ്റ്, ദൈവത്തെ അറിയാനുള്ള സ്പിരിറ്റ്. അതാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. അവൻ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനായി ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന്. യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ദാഹം, ഒരു വാഞ്ച, അടങ്ങാത്ത ഒരാഗ്രഹം. ഇത്രയും അറിഞ്ഞത് പോരാ, ഇനിയും എനിക്കറിയണം. യേശുവിനെ അറിയാനായിട്ടുള്ള അടങ്ങാത്ത ഒരാഗ്രഹം, വാഞ്ച. ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവത്തെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? യേശുവിനെ പറ്റി കൂടുതൽ അറിയുക. ദൈവത്തെ നിങ്ങൾക്ക് കൂടുതൽ അറിയണോ?
യേശുവിനെ കൂടുതൽ അറിയുക. ഞാൻ പറഞ്ഞ പ്രസ്താവന ഒരിക്കൽ കൂടെ പറയാം. ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുക. ദൈവത്തെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ യേശുവിനെ കൂടുതൽ അറിയുക. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? വലിയ വ്യത്യാസമുണ്ട്. കാരണം ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാം എന്ന് പറയുന്നതും ദൈവത്തെ അറിയാമെന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെക്കുറിച്ച് എനിക്ക് പലതും അറിയാം. അദ്ദേഹം പണ്ട് ചായ വിറ്റിരുന്നയാളാണെന്ന് പറയുന്നു. അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് താടിയുണ്ട്, കണ്ണട വച്ചിട്ടുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും അറിയാം. പക്ഷേ നരേന്ദ്രമോദിയെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ അദ്ദേഹത്തെ എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചറിയാമായിരിക്കും, പക്ഷേ ദൈവത്തെ അറിയുമോ? ദൈവത്തെ നിങ്ങൾക്കറിയാമോ? ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചെന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെക്കുറിച്ച് അറിയുന്ന ജനമല്ല, ദൈവത്തെ അറിയുന്ന ജനം. ഡു യു നോ യുവർ ഗാഡ്? നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമോ? I agree that you know many things about your God. ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം എന്ന് ഞാൻ സമ്മതിക്കുന്നു. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു നോ യുവർ ഗാഡ്? നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്കറിയാമോ? ഡു യു ഹാവ് ദാറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ്? ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കുണ്ടോ? അതാണ് പ്രധാനപ്പെട്ടത്. അപ്പോസ്തലനായ പൗലോസ് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എഫെസോസിലെ ദൈവമക്കൾ ദൈവത്തെ അറിയേണ്ടതിന് ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിന് ദൈവം അവർക്ക് നൽകേണ്ടതിന്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. ദൈവമേ, ഐ വാണ്ട് ടു നോ യു മോർ ആൻഡ് മോർ. എനിക്ക് നിന്നെ കൂടുതൽ അറിയണം. നിന്നെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ബട്ട് ഐ വാണ്ട് ടു നോ യു മോർ ആൻഡ് മോർ. എനിക്ക് നിന്നെ അറിയണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ അറിയുക. യേശുവിനെ അറിയുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശുവിനെ കൂടുതൽ അറിയാനുള്ള ആ ദാഹം, വാഞ്ച എനിക്ക് നൽകണമേ. ആ ഒരു ആത്മാവിനെ എനിക്ക് നൽകണം. ആ ഒരു സ്പിരിറ്റ് എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ, മുൻപോട്ട് പോകുവാൻ നമുക്കാവശ്യമുള്ളത്, നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയണം. നോക്കൂ, നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയണം. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തെ അറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.